എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി നനയുന്നോനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയായ യജമാനനെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 21-ാം വാക്യത്തിനുള്ളിൽ ഞാനും നിങ്ങളുമൊക്കെ നടക്കേണ്ടത് എങ്ങനെയാണ് എന്നോർപ്പിക്കുന്നുണ്ട്. ന്യായത്തിൻ്റെ പാതകൾ തിരഞ്ഞെടുക്കുകയും ന്യായത്തിൻ്റെ വഴികളിലൂടെ നടക്കുകയും ചെയ്യുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഉടനീളമായി പരിശോധിച്ച് നോക്കുമ്പോൾ ന്യായം വിട്ട് അനീതിയുടെ മാർഗത്തിലൂടെ കടന്നുപോയ ആളുകളെക്കുറിച്ച് കാണുന്നുണ്ട്. ഒന്നാമത്തേതിൽ അവരൊത്തിരി ശ്രേഷ്ഠതകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും പിന്നത്തേതിൽ അങ്ങനെയുള്ള കുടുംബങ്ങളും വ്യക്തികളുമൊക്കെ തകർന്നു വീണ ചരിത്രങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. എന്നാൽ ന്യായത്തിൻ്റെ പാതകൾ തിരഞ്ഞെടുത്ത് വിശ്വസ്തനായ ദൈവത്തോടു കൂടെ വിശ്വസ്തയോടെ യാത്ര ചെയ്ത ഭക്തന്മാരെയൊക്കെയും ദൈവം ധാരാളമായി അനുഗ്രഹിപ്പാനിടയായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് ശൗലിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ശൗലിന് ദാവീദിനോട് പകയുണ്ടായിരുന്നു. ദാവീദിനെ കൊന്നുകളയുവാനുള്ള എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തപ്പോൾ ദാവീദിനെയും ശൗലിനെയും മുൻനിർത്തിക്കൊണ്ട് യോനാഥാൻ തൻ്റെ മനസ്സാക്ഷിയുടെ മണ്ഡലത്തിൽ പരിശോധിച്ചു നോക്കിയപ്പോൾ തൻ്റെ അപ്പനായ ശൗലിൻ്റെ ഭാഗത്ത് ന്യായമില്ലെന്നു മനസ്സിലാക്കി ആ അന്യായത്തിന് കൂട്ടുനിൽക്കാതിരിക്കുകയും തൻ്റെ സഹോദരി ഭർത്താവായ ദാവീദ് ന്യായത്തിനു വേണ്ടി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ന്യായത്തിൻ്റെ പക്ഷത്ത് യോനാഥാൻ ചേർന്ന് നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് യോനാഥാന് അനുഗ്രഹമായി തീർന്നു. തൻ്റെ പേര് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് മുടന്തനായ ഒരു മെബീബോശേത്തിനെ ദൈവം ശേഷിപ്പിക്കുകയും അവൻ നിമിത്തം യോനാഥാൻ്റെ പേര് നിലനിർത്തപ്പെടുകയും ചെയ്തതിന് പിന്നിലെ കാരണം യോനാഥാൻ ന്യായത്തിനു വേണ്ടി പോരാടി ന്യായത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് തന്നെയാണ്. നാം 1 ശമൂവേലിന് എഴുതിയ പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അവിടെ ദാവീദിനെ സംബന്ധിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് ശൗലിനെ ദാവീദിൻ്റെ കൈകളിൽ കിട്ടുവാനിടയായി. ദാവീദ് മാറി നിന്നുകൊണ്ട് ദാവീദിനോട് കൂടെയുള്ള ആളുകൾ ശൗലിനെ കൊന്നുകളയാമെന്ന് പറയുമ്പോൾ അതൊരിക്കലും പാടില്ലെന്നും യഹോവയുടെ ആത്മാവിനാൽ നിറയപ്പെട്ട അഭിഷിക്തനായ ഒരു ശൗലിൻ്റെ കാലമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ശൗലിനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ന്യായത്തിനു വേണ്ടി ദൈവത്തിൻ്റെ ന്യായവിധിക്കു വേണ്ടി ശൗലിനെ വിട്ടുകൊടുക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തൽഫലമായി ദാവീദിനെ ദൈവം അനുഗ്രഹിപ്പാനും ഉയർത്തുവാനും ശ്രേഷ്ഠമായ അനുഭവത്തിലെത്തിപ്പാനും ഇടയായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇവിടെയും അതുതന്നെയാണ് നമ്മെ ഓർപ്പിക്കുന്നത്. നാം തിരഞ്ഞെടുക്കേണ്ടത് അനീതിയുടെ പാതയല്ല, നീതിയുടെയും ന്യായത്തിൻ്റെയും വഴിയാണെന്നും അങ്ങനെ ന്യായത്തിൻ്റെ വഴി തിരഞ്ഞെടുത്ത ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ് 17-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എൻ്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ, കപടമില്ലാത്ത അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ന്യായം നടത്തി കൊടുക്കുകയും ചെയ്തുവെങ്കിൽ, ഒരു യോനാഥാന് വേണ്ടി ഒരു ദാവീദിന് വേണ്ടി ന്യായം നടത്തിയ ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി ന്യായം നടത്തുന്ന ദൈവമാണെന്ന് ഓർപ്പിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അന്യായം വിട്ട് ന്യായം തിരഞ്ഞെടുത്ത് ന്യായത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്ത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരും ആ നിത്യതയുടെ അവകാശികളുമായി തീരേണ്ടതിന്
നമ്മെ സമർപ്പിക്കുന്നവരാകാം. ദൈവം അതിന് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ന്യായത്തിൻ്റെ പാതകളിലൂടെ യാത്ര ചെയ്ത് യോനാഥാനെപ്പോലെ ദാവീദിനെപ്പോലെ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരും അനുഭവിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിച്ച് അവരെ ഏവരെയും ന്യായത്തിൻ്റെ വഴികളിലൂടെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.